കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. അതുവഴി പരിശുദ്ധാത്മാവ് ഈ വിഷയമൊന്നും ഞാൻ ചിന്തിക്കാതെ ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന അടുത്തൊരു വ്യക്തിയുടെ പേര് വി.ഡി. സതീശൻ എന്നൊരു പേര് ഞാൻ കേൾക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ആ സാറിൻ്റെ പേരാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ആയിട്ട് ഒരു കാര്യവും ചിന്തിക്കാതെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്നെൻ്റെ ചെവിയിൽ പറയുന്നു, വി.ഡി. സതീശൻ. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത മന്ത്രി, കേരളത്തിൻ്റെ അടുത്ത മന്ത്രിയായി അദ്ദേഹത്തെ ദൈവം അപ്പോയിന്റ് ചെയ്തു. കേരളത്തിൻ്റെ അടുത്ത മന്ത്രി ആയി വി.ഡി. സതീശൻ സാറിനെ, പ്രതിപക്ഷ നേതാവിനെ ദൈവം അപ്പോയിന്റ് ചെയ്തു. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കൊച്ചു സംസ്ഥാനം കേരളത്തിൽ സംഭവിക്കട്ടെ. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much. V.D. Satishan കേരളത്തിന്റെ മുഖ്യമന്ത്രി ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. ACCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക്. ACCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. ഔദ്യോഗികമായി മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ, പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത പദവിയിലേക്ക് മുഖ്യമന്ത്രി, പാർലമെന്ററി പാർട്ടി ലീഡറായി ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്നത്, ആവേശം. വി.ഡി. സതീശൻ ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. തൂക്കി ത്രിവർണ്ണകരങ്ങളോടെ സതീശൻ ഇനി അനുയായികളുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ, UDF-ന് വോട്ട് ചെയ്തവരുടെ ആവേശം, ആഹ്ലാദം, അലതല്ലും അലമുട്ടും. 11 ദിവസം കാത്തിരുന്നെങ്കിൽ, ഇത്രയും ട്രോളുകൾ, അപമാനങ്ങൾ സഹിച്ചെങ്കിൽ, തല കുനിഞ്ഞെങ്കിൽ, ഇനി തല ഉയർത്തിപ്പിടിച്ച് ആകാശത്തോളം മുഷ്ടി ചുരുത്തിയവർ ആർത്ത് വിളിക്കും, കണ്ണേ കരളേ VDS എന്ന്. വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഇതാ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചരിത്രം പിറക്കുകയാണ്. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക്. മന്ത്രി പദവിയിൽ അദ്ദേഹം എത്തപ്പെട്ടിട്ടില്ല. KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടു. അവിടെയും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ പലവിധ പദവികൾ, സുപ്രധാനമായ പദവികളിലേക്ക് എടുത്തുയർത്തപ്പെട്ടിട്ടും അദ്ദേഹത്തിന് പക്ഷേ ആ പദവികൾ കൈ എത്തും ദൂരത്തിൽ നഷ്ടപ്പെട്ടെങ്കിൽ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അർഹിച്ച പരിഗണന ACC നൽകുന്നു, ഹൈക്കമാൻഡ് നൽകുന്നു, അർഹിച്ച പരിഗണന നൽകുന്നു. ജനവികാരം മാനിക്കപ്പെടുന്നു, പാർട്ടി വികാരം മാനിക്കപ്പെടുന്നു, പലവിധ ഘടകങ്ങൾ പരിഗണിക്കപ്പെടുന്നു. ഘടകകക്ഷികളുടെ ഇടപെടലുകൾ ഫലം കാണുന്നു. പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടു എന്ന തോന്നലുകൾ ഉണ്ടാകുന്നു. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. മുഷ്ടി ചുരുട്ടി കണ്ണേ കരളേ VDS മുദ്രാവാക്യം ഉയരുകയാണ്. അങ്ങ് പറവൂരിലും ഇവിടെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തും കന്റോൺമെന്റ് ഹൗസിലും പടക്കം പൊട്ടുകയാണ്. എത്ര നാളായി ഈ പടക്കം ഒന്ന് വാങ്ങിച്ചു വെച്ചിട്ട്, ഈ പടക്കം പൊട്ടിക്കാനുള്ള അവസരം തരൂ എന്ന് ലീഗ് കഴിഞ്ഞ ദിവസം പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇതാ പടക്കം പൊട്ടിക്കാനുള്ള അവസരം, ഇതാ മധുരം വിതരണം ചെയ്യാനുള്ള അവസരം, ഇതാ പായസം വെക്കാനുള്ള അവസരം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ക്യാപ്റ്റൻ ആകാൻ പോവുകയാണ്. ഇനി 1ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വി.ഡി. സതീശൻ, പറവൂരിന്റെ MLA, കേരളത്തെ നയിക്കാൻ പോകുന്നു. കേരളത്തിന്റെ ക്യാപ്റ്റനായി അടുത്ത 5 വർഷത്തേക്കുള്ള ഇന്നിംഗ്സ് വി.ഡി. സതീശനാണ്. അതിഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കിയിരിക്കുന്നു. വി.ഡി. സതീശൻ കേരളത്തെ നയിക്കുകയാണ്. ഇനി വി.ഡി. സതീശന്റെ കൈക്കുമ്പിളിലാണ് അടുത്ത 5 വർഷം കേരളം.